ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരയുമല്ലോ. ഉമർ തങ്ങൾ കരഞ്ഞിട്ട് പറയുകയാണ്, അല്ലാഹുവേ, ആ കാണുന്ന മരം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ കാണുന്ന മരം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ എനിക്ക് മരിക്കണ്ടല്ലോ, സക്കറാത്തിന്റെ വേദന അനുഭവിക്കണ്ടല്ലോ, ഒരുപാട് സുഖമാണല്ലോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഉമർ തങ്ങളെന്നറിയുവോ? ആരാണ് ഉമർ തങ്ങളെന്നറിയുവോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണല്ലോ. മദീന കണ്ടതിൽ വെച്ച് ഏറ്റവും വല്ലാത്ത ഭരണാധികാരിയാണല്ലോ. ആ ഉമർ തങ്ങളങ്ങ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഉമർ തങ്ങളുടെ ജനാസ അങ്ങ് കുളിപ്പിക്കുമ്പോ ഒരുപാട് സ്വഹാബത്ത് കൂടി ഇങ്ങനെ കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ചു കഴിഞ്ഞ സ്വഹാബത്ത് എല്ലാവരും പറവ് ചെയ്ത് കഴിയുമ്പോ കുളിപ്പിച്ച സ്വഹാബത്ത് എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഉമർ തങ്ങളുടെ ശരീരത്തിന്റെ പിറകിലുണ്ടല്ലോ, ഉമർ തങ്ങളുടെ ശരീരത്തിന്റെ പിറകിലുണ്ടല്ലോ ഒരുപാട് മുറിവുകളുണ്ട് സ്വഹാബാ. അതിനുള്ള കാരണമറിയുവോ? അതിനുള്ള റീസൺ അറിയുവോ? അതിനുള്ള സബബ് അറിയുവോ? അവിടുന്ന് പറയുകയാ, ഉമർ തങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവിടെ ഓടിപ്പോവുകയാണ്. അവിടുന്ന് പറയുന്നു, സ്വഹാബാ, ഞങ്ങൾ ഉമർ തങ്ങളുടെ ശരീരം കുളിപ്പിച്ചതാണ്, കുളിപ്പിച്ചതാണ്. ശരീരത്തിന്റെ പിറകുഭാഗത്ത് ആരോ ചാട്ടവാറ് കൊണ്ടടിച്ച വല്ലാത്ത മുറിവുകൾ ഇങ്ങനെ കാണുകയാണ്. ഞങ്ങൾക്ക് പുറത്തു പറയാൻ പേടിയാണ്. കാരണം എന്തെന്നറിയോ? ഇത് രാജ്യം ഭരിച്ച ഭരണാധികാരിയാണല്ലോ. അതുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ്, പറയാൻ പേടിയാണ്. കാരണം ഇത് രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് എന്ന് കരുതിയിട്ട് എല്ലാ സമയത്തെയും സുഹൃത്ത് പറഞ്ഞു, അനലാദിനിയാ സ്വഹാബ്, എനിക്കറിയൂല സ്വഹാബത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുടെ ഭാര്യയുടെ ചാര ഓടിപ്പോവുകയാണ്. ഉമർ തങ്ങളുടെ ഭാര്യയുടെ ചാര ഇങ്ങനെ ഓടിപ്പോവുകയാ. അവിടുന്ന് ചെന്നിട്ട് ഈ സംഭവം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് പറയുന്നു, പെണ്ണേ, നിന്റെ ഭർത്താവുണ്ടല്ലോ, ഈ മദീനയെ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണല്ലോ, ഈ മദീന മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയാണല്ലോ. എന്തേ നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന്റെ പിറകുഭാഗത്ത് ചുവപ്പ് പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നിന്റെ ഭർത്താവിന്റെ പുറകുഭാഗത്ത് ചുവപ്പ് പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതിനുള്ള കാരണമെന്താ? അവിടെ നിന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് ഉമർ തങ്ങളുടെ ഭാര്യയെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, സിർറു ബൈനി വ ബൈനല്ലാഹ്, അവന്റെയും എന്റെ പടച്ചവന്റെയും ഇടയിലുള്ള രഹസ്യമാണല്ലോ, അവന്റെയും പടച്ചവന്റെയും ഇടയിലുള്ള രഹസ്യമാണല്ലോ. ചോദിച്ചത് കൊണ്ട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ഈ രാജ്യം ഭരിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, പാതിരാത്രിയുടെ നിശബ്ദതയിലുണ്ടല്ലോ, മദീനയിലാ കാണുന്ന മലയുണ്ടല്ലോ, മദീനയിലാ കാണുന്ന മലക്ക് മുകളിൽ ഇങ്ങനെ കയറിപ്പോവുകയാണ്. അവിടെ ഒരുപാട് പാപങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അവിടെ ഒരുപാട് പാപങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. ആ പാപങ്ങളെ കണ്ട് തിരിച്ചു വരുമ്പോ, പാപങ്ങളെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഞാനും മക്കളും എല്ല ഉറക്കമാകുമല്ലോ, ഞാനും മക്കളും എല്ല ഉറക്കമാകുമല്ലോ. എന്റെ വീടിന്റെ ഉള്ളിലുള്ളൊരു ചാട്ടവാറെടുത്തുകൊണ്ട് ഉമർ തങ്ങൾ ഇങ്ങനെ തല്ലുകയാ. രാജ്യം ഭരിച്ച ഭരണാധികാരി ഇങ്ങനെ തല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ഖിലാഫത്ത് അവിടുന്ന് കയ്യിൽ കൊടുക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ കരയുകയാ. ഉമർ തങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. സഹാബത്ത് വന്ന് ചോദിച്ചു, ഉമറേ, കരയുന്നത് എന്തിനാ? എന്തിനാ ഉമറേ കരയുന്നത്? അവിടുന്ന് പറയുന്നു, സഹാബാ,
എങ്ങാനും ഈ മദീനയിലെങ്ങാനും ഒരു ഒട്ടകമെങ്ങാനും ഭക്ഷണം കിട്ടാതിരുന്ന, മദീനയിൽ ഒരു ഒട്ടകമുണ്ടല്ലോ, മദീനയിൽ ഒരു ഒട്ടകമെങ്ങാനും ഭക്ഷണം കിട്ടാതിരുന്ന, അള്ളാന്റെ കോടതിയിൽ, പടച്ചവന്റെ കോടതിയിൽ ഉമർ മറുപടി പറയണമല്ലോ. കോടതിയിൽ ഉമർ മറുപടി പറയണമല്ലോ എന്നാലോചിച്ച് കരഞ്ഞുപോയ ഉമർ തങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ തല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, ഉമറേ, സ്വയം ഇങ്ങനെ പറയുന്നു, ഉമറേ, നിനക്ക് മരിക്കണ്ടടാ ഉമറേ. എന്നിങ്ങനെ സ്വയം ഇങ്ങനെ തല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുമല്ലോ. ഞാൻ തടയാൻ ശ്രമിക്കുമ്പോഴും നിർത്താറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോലും കരയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ഉമർ തങ്ങളാണല്ലോ. ഉമർ തങ്ങൾ പോലും മരണത്തെ ആലോചിച്ച് കരയുകയാണ്, സ്വയം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, ഈ നാട്ടുകാരെ മുഴുവനും പിടികൂടാനുള്ളതാണല്ലോ, ലോകത്തിലെ മുഴുവൻ മനുഷ്യനെയും പിടികൂടാനുള്ളതാണല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ടേസ്റ്റ് ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ ശരീരവും മരിക്കുമെന്നല്ലേ പറഞ്ഞത്. ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ടേസ്റ്റ് ചെയ്യും. അപ്പൊ പല ആളുകൾക്കും പല ടേസ്റ്റ് ആയിരിക്കും. നല്ല ആളുകളാണെങ്കിൽ നല്ല ടേസ്റ്റ്, വലിയ ബുദ്ധിമുട്ടുണ്ടാകൂല. ചീത്ത ആളുകളാണെങ്കിൽ ചീത്ത രീതിയിലാകും അവന്റെ റൂഹ് കൊണ്ടുപോകുന്നത്. നമുക്കത് പറയണം, എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകുന്നത്. ചിന്തിക്കണം, നല്ല മനുഷ്യന്റെ റൂഹ് എങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാം കൊണ്ടുപോകും, ഒരു ചീത്ത മനുഷ്യന്റെ റൂഹ് എങ്ങനെ കൊണ്ടുപോകും, നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നല്ല മനുഷ്യനാണെങ്കിൽ റൂഹ് കൊണ്ടുപോകലാണല്ലോ ആദ്യം. റൂഹാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആ റൂഹ് അങ്ങ് കൊണ്ടുപോയാൽ ബോഡിയാണ്, ഡെഡ് ബോഡിയാണ്. 24 hours കഴിഞ്ഞാൽ സ്മെല്ല് വരാൻ തുടങ്ങും, മണക്കാൻ തുടങ്ങും. ഞാൻ എടുത്ത് എന്റെ നാട്ടിൽ എന്റെ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ കഴിഞ്ഞ റമദാനിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ, അവിടുന്ന് ഞാൻ എന്റെ ജ്യേഷ്ഠൻ ഒരു പനി വന്ന് കൊണ്ടുപോയി അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വാഹനത്തിൽ, ഒരു എരറ്റിക വാഹനത്തിൽ അവിടെ പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോയി. ഞാനുണ്ട്, എന്റെ ഉപ്പയുണ്ട്, എന്റെ ജ്യേഷ്ഠനുണ്ട്. ആ സമയത്ത് കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹത്തിനെ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ കയറ്റി ഉടനെ ഡോക്ടേഴ്സ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി റൂമിലേക്ക് മാറ്റി. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പേരമകൻ കരയുന്നുണ്ട്, കൂടെ ഒരു സഹോദരനുണ്ട്. പട്ടാമ്പിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വടകരയിൽ നിന്ന് സ്വന്തമായി വാഹനം ഓടിച്ചു വന്ന വ്യക്തി. കിലോമീറ്ററുകളുണ്ട് വടകരയിലേക്ക്, എന്തായാലും 130ന്റെ മേലെ കിലോമീറ്റർ ഉണ്ട് പട്ടാമ്പിയിൽ നിന്ന്. സ്വയം വാഹനം ഓടിച്ച് വരുന്ന വഴി പെട്ടെന്ന് അദ്ദേഹം ബാക്കിലോട്ട് മറിഞ്ഞ് വണ്ടി അങ്ങ് ഇടിക്കാൻ പോയപ്പോ ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്തിരിക്കുന്ന ആള് വേഗം ഹാൻഡ് ബ്രേക്ക് വലിച്ച് അദ്ദേഹത്തെ സീറ്റിൽ മലർത്തി കിടത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഒരു കരുതി പെട്ടെന്ന് പ്രഷർ ലോ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാകുമെന്ന് കരുതി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് പറഞ്ഞു, ആള് മരിച്ചിട്ടുണ്ട്. ആ പേരമകൻ ആകെ ഇരുന്ന് കരയുകയാണ്, ആകെ ഇരുന്ന് ഇങ്ങനെ അട്ടഹസിച്ച് കരയുകയാണ്. ആ സമയത്ത് അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞു, 24 മണിക്കൂറിന്റെ ഉള്ളിൽ വടകര എത്തിച്ചാൽ മതി, അതിന്റെ ഉള്ളിലൊന്നും സ്മെല്ല് വരില്ല, അത് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരാൻ തുടങ്ങും. അതാണ് ഞാൻ നിങ്ങൾ, അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ എന്റെ ശരീരം സ്മെല്ലടിക്കില്ല, അത് കഴിഞ്ഞാൽ ഫ്രീസർ കൊണ്ടുവരണം, എന്റെ ശരീരം വെക്കണം, സ്മെല്ല് വരും. അഹങ്കരിക്കണ്ട ചെറുപ്പക്കാരെ, അഹങ്കരിക്കണ്ട. എല്ലാവരും മരിക്കും, ചെറുപ്പക്കാരും പാവങ്ങളും പണക്കാരനും ചെറുപ്പക്കാരികളും വയസ്സായവരും മിഡിലുള്ളവരും കുട്ടികളും എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രായം പറഞ്ഞു. എന്നാ നമുക്ക് സമാധാനിക്കാമായിരുന്നു.
മരണത്തിന്റെ മുമ്പ് 3 അടയാളങ്ങൾ വരും. ബയാദു ശഅരിക ബഅദ സവാദിഹി, നരച്ച വാപ്പമാരുണ്ടെങ്കിൽ പഠിച്ചോ. ബയാദു ശഅരിക ബഅദ സവാദിഹി, മുടി കറുത്തതിന് ശേഷം വെളുത്ത മുടി ആരുടെ തലയിൽ വന്നോ അവന്റെ ഒന്നാമത്തെ മരണത്തിനുള്ള അടയാളം വന്നെന്ന് വിശുദ്ധമായ ഒന്നാമത്തെ മരണത്തിന്റെ അടയാളമാണ്. അടയാളം മാത്രം. അവരാദ്യം മരിച്ചോളണമെന്നില്ല. പക്ഷെ അവർക്ക് ഇസ്തിഅദാദ് ചെയ്യാനുള്ള സമയമാണ്, തയ്യാറെടുക്കാനുള്ള സമയമാണ്. എന്റെ മരണത്തിന്റെ അടയാളമാണ് എന്റെ തലയ്ക്ക് മേലെ ഇരിക്കുന്നത്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട്. ചെറുപ്പക്കാരും മരിക്കും. എത്രയോ ചെറുപ്പക്കാര് ഒരു നല്ല മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോവുക എങ്ങനെയാണ്? ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. നല്ല മനുഷ്യന്റെ റൂഹ് ഇസ്രായേൽ അലൈഹിസ്സലാമാണ് ഇറങ്ങി വരും. നല്ല മനുഷ്യനാണെങ്കിൽ ഒരു ഇറങ്ങി വരും. നല്ല മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അസ്രായീൽ അലൈഹിസ്സലാമിനോട് കൂടെ 70,000 മലക്കുകളുണ്ടല്ലോ. 70,000 മലക്കുകളുണ്ടല്ലോ. ഇങ്ങനെ ഇറങ്ങി വരികയാ. അസ്രായീൽ അലൈഹിസ്സലാം ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മരണത്തിന്റെ അവസാന ശ്വാസം വലിച്ചു കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാ. എന്നിട്ട് പറയുകയാ, അയ്യുത്തുഹൻ നഫ്സു ത്വയ്യിബ്, എന്നിട്ട് വിളിച്ചു പറയുന്നു, നല്ല ശരീരമേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ് വറിദ്വാൻ. 70,000 മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അസ്രായീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കാണുമ്പോ തന്നെ അഴകാണല്ലോ, കാണാൻ തന്നെ മനോഹരമാണല്ലോ. വെളുത്ത ശരീരം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയുകയാ, ഖുറുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കൊന്ന് ഓടി വരുവോ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കൊന്ന് പുറപ്പെടുവോ എന്ന് വിളിച്ചുകൊണ്ട് നല്ല ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാ. നല്ല ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാ. നല്ല ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നല്ല ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ 7ാം ആകാശത്തേക്ക് ഇങ്ങനെ പറന്നുയരുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാമും 70,000 മലക്കുകളും ഇങ്ങനെ പറന്നുയരുകയാണ്. എല്ലാ ആകാശത്തിന്റെ വാതിലും ഇങ്ങനെ തുറക്കുകയാണ്. അവസാനം റബ്ബിന്റെ മുന്നിലുണ്ടല്ലോ, എന്റെയും നിന്റെയും റൂഹ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാ. എന്റെയും നിന്റെയും റൂഹ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്. അവിടുന്ന് പടച്ചവൻ നല്ലവനോട് പറയുകയാ, ഉക്തുബൂ കിതാബ അബ്ദീ ഫീ ഇല്ലീൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ആളുകളുടെ റൂഹ് വെക്കുന്ന സ്ഥലമാണ്. നല്ല ആളുകളുടെ റൂഹ് വെക്കുന്ന സ്ഥലമാണ്. അല്ലാഹു അവിടുന്ന് മലക്കുകളോട് അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഉക്തുബൂ കിതാബ അബ്ദീ ഫീ ഇല്ലീൻ കൊണ്ടുവെക്കണേ. പിന്നെ നല്ല സുഖം ഇല്ലീൻ കൊണ്ടുവച്ച റാഹത്ത്. അൽഹംദുലില്ലാഹ്, നല്ല മനുഷ്യന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. റാഹത്തോടുകൂടി അസ്രായീൽ അലൈഹിസ്സലാം വളരെ നേർമയായി റൂഹ് പിടിച്ചു പോയി. പിന്നെ അവൻക്ക് സുഖം, ബുദ്ധിമുട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടില്ല. ചീത്ത മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിക്കാൻ വരികയാണ്. ചീത്ത മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിക്കാൻ വരികയാണ്. 70,000 മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. 70,000 മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അസ്രായീൽ അലൈഹിസ്സലാം മുമ്പിൽ ഇങ്ങനെ നടന്നു വരികയാണ്. അവിടുന്ന് തല മുതൽ അവസാനം വരെ മുടിയാണല്ലോ, കറുത്ത മുടിയാണല്ലോ, കണ്ടാ പിന്നെ ഭയാനകമാണല്ലോ. ഇങ്ങ് കൊണ്ടുവന്നിട്ട് പറയുകയാ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹ് വഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ദേശത്തിലേക്കൊന്നു കടന്നു വാടാ, പടച്ചവന്റെ ദേശത്തിലേക്കൊന്നു കടന്നു വാടാ എന്നങ്ങ് വിളിച്ചു പറയുമ്പോ നമ്മളങ്ങ് പോകാൻ മടിക്കുമല്ലോ. നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വന്ന ബാപ്പാ,
എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ 7 ആകാശങ്ങളുണ്ടല്ലോ, കവാടങ്ങൾ മുഴുവനും ഇങ്ങനെ കൊട്ടിയടക്കപ്പെടുകയാണ്. കാരണം ഇവന്റെ ചീത്ത ശരീരമാണല്ലോ, ഇവന്റെ ചീത്ത ശരീരമാണല്ലോ എന്ന് പറഞ്ഞങ്ങ് കൊട്ടിയടച്ചു കഴിഞ്ഞ അവസാനം എങ്ങനെയോ പടച്ചവന്റെ മുമ്പിലെത്തുകയാണ്. എങ്ങനെയോ പടച്ചവന്റെ മുമ്പിലെത്തുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്. നേരത്തെ പടച്ചവൻ പറഞ്ഞത് ഉക്തുബൂ കിതാബ അബ്ദീ. ഇന്നലെ ചർച്ച ചെയ്ത വിഷയതാ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. കിതാബ അബ്ദി, എന്റെ അടിമയുടെ കിതാബിനെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്. ഇവിടെ നേരെ മറിച്ച് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, ഉക്തുബൂ കിതാബഹു ഫീ സിജ്ജീൻ. അവർക്ക് അവിടെ അല്ലാഹുവിനെ പറയാമായിരുന്നു, കിതാബ അബ്ദി എന്ന് പറയാമായിരുന്നു, പറഞ്ഞില്ല. അവൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാണ്, അവൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയായിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു സിജ്ജീൻ, സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവന്റെ റൂഹിനെ കൊണ്ടുപോയി വെക്കും. നല്ല മനുഷ്യന്റെ റൂഹ് കൊണ്ടുവെക്കുന്ന സ്ഥലം ചീത്ത മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം സിജ്ജീൻ എന്ന് പറയുന്ന വല്ലാത്ത ഭയാനകമായ സ്ഥലം. കൊണ്ടുവച്ച് പോന്ന തുടങ്ങിയ അദാബ് പിന്നീടുള്ള ദിവസം മുഴുവനും കാലം മുഴുവനും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞതല്ല, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു മരണത്തെ പറ്റി പറയാണ്. പ്രിയപ്പെട്ടവരെ, ശദ്ദാദ് ബിൻ ഔസ് തങ്ങൾ മരണത്തെ പറ്റി പറയുകയാണ്. വൽ മൗതു അസദ് മിൻ നസരിൽ മനാസീർ. മരണത്തിന്റെ വേദന വാളുകൊണ്ട്, ഈർച്ച വാളുകൊണ്ട് മുറിക്കുന്നതിനേക്കാൾ അശദ്ദു, അതിനേക്കാൾ ശക്തമാണ്. ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല, ശദ്ദാദ് ബിൻ ഔസ് തങ്ങളാണ് പറയുന്നത്. പറഞ്ഞിട്ടില്ല, വീണ്ടും ഇങ്ങനെ പറയുകയാണ്, വീണ്ടും ഇങ്ങനെ പറയുകയാണ്. വഖറദിൻ ബിൽ മഖാരീൽ, കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ വേദന കൂടുതലാണ്. പിന്നീട് ഇങ്ങനെ പറയുകയാണ്, വഗല്ലം ഫിൽ ഖുദൂർ, പാത്രത്തിലിട്ട് ഒരു സാധനം പൊരിക്കുകയാണ്, പച്ച സാധനം. ഒരു മീൻ വാങ്ങിയിട്ട് ജീവനോടുകൂടെ അതിനിങ്ങോട്ട് പൊരിച്ചാൽ അതിന്റെ വേദന എത്രയുണ്ടോ അതിനേക്കാൾ ശക്തമാണ്. തീർന്നിട്ടില്ല, പറയുകയാണ്, വലൗ അന്നൽ മയ്യതാഹ നുശിറ ഫഅഖ്ബറ അഹ്ലദ് ദുനിയാ ബിഅലമിൽ മൗത്ത് മൻതഫഉ ബിഐശിൻ വലാ ലദ്ദു ബിന്നൂർ. എന്റെ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ശദ്ദാദ് ബിൻ ഔസ് തങ്ങൾ പറയുകയാണ്, ഒരു സങ്കല്പികമാണല്ലോ, ലവ് ഇട്ടുകൊണ്ട് പറയുകയാണ്, ഒരു സങ്കല്പികമാണല്ലോ. ഈ പണ്ടാത്തിന്റെ പള്ളിക്കാട്ടില് മരിച്ചുപോയൊരു മനുഷ്യനുണ്ടല്ലോ, ജീവിച്ചു വരികയാണ്. ഒരു സങ്കല്പികമായി അവിടുന്ന് ശദ്ദാദ് ബിൻ ഔസ് തങ്ങൾ പറയുകയാണ്, ഒരു മരിച്ചുപോയ മനുഷ്യനുണ്ടല്ലോ, എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന നിങ്ങളോട് എന്നോടും പറയുകയാണ്, ബിഅലമിൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ട് കേട്ടോ എന്നെങ്ങാനും പറയുമ്പോ മൻതഫഉ ബിഐശിൻ, അവന്റെ ജീവിതം കൊണ്ട് അവന്റെ ഉറക്കം കൊണ്ട് പിന്നെ ഉപകാരമില്ലല്ലോ, അവന്റെ ഉറക്കം കൊണ്ട് പിന്നെ ഉപകാരമില്ലല്ലോ. അവൻ ഉറങ്ങുന്നത് വെറുതെയാണല്ലോ, അവൻ ജീവിക്കുന്നത് വെറുതെയാണല്ലോ. കാരണം മരണത്തിന്റെ ഭയാനകതയാണ്, മരണത്തിന്റെ ഭയാനകതയാണ്. ഇത് ശദ്ദാദ് ബിൻ ഔസ് തങ്ങളാണ് വിവരിക്കുന്നത്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല, ഇത് ശദ്ദാദ് ബിൻ ഔസ് തങ്ങളാണ്. തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, മൂസാ നബിയോട് ചോദിക്കുന്നു, മൂസാ സംസാരിച്ച
പ്രവാചകൻ കൈഫ വജത്തൽ മൗത യാ മൂസ, മൂസാ നബിയെ മരണം എങ്ങനെയുണ്ട്, മരണം എങ്ങനെയുണ്ട് മൂസാ നബിയെ? അവിടുന്ന് പറഞ്ഞു കൈഫ വജത്തൽ മൗത യാ മൂസ, അവിടുന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവേ, അല്ലാഹുവോട് വിളിച്ചുകൊണ്ട് പറയുകയാണ് മരണമെന്ന് പറയുമ്പോ കൽ ഉസ്ഫൂരിൽ ഹയ്യ് ഹൈന യുഖ്ലാ ഫിൽ മിഖ്ലാ, ജീവനുള്ളൊരു കുരുവിയെ പോലെ, ജീവനുള്ളൊരു പക്ഷിയെ പോലെയാണ്. ജീവനോടുകൂടെ അതിനൊരു ചട്ടിയിലിട്ട് പൊരിക്കാൻ നിൽക്കുമ്പോ ലാ യമൂതു ഫയസ്തരീഹു, അത് മരണപ്പെടില്ലല്ലോ, മരണപ്പെട്ട റാഹത്തെടുക്കാമല്ലോ. വലാ യൻജു ഫയതീറു, ജീവനോടുകൂടെ ഒരു പക്ഷിയെ പിടിച്ച് പൊരിക്കാനിട്ട അത് മരണപ്പെടൂല, പെട്ടെന്ന് മരിക്കൂല. പെട്ടെന്ന് മരിച്ച പറ്റൂല്ലോ, പെടഞ്ഞ് മരിക്കും. നമ്മള് കണ്ടവരാണ്, പെടഞ്ഞ് മരിക്കും. രക്ഷപ്പെടൂല, അതുകൊണ്ട് പോരാൻ പറ്റൂല. പോരാൻ പറ്റുകയാണെങ്കിൽ അത് പറന്നു പോകുമായിരുന്നു. അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് പറന്നു പോകുമായിരുന്നു. അതിന്റെ ഇടയിൽ കിടന്നിങ്ങനെ ടങ്ങറാവും. ആ രംഗമാണ് മരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടായതാണ് പറയുന്നത്. കൈഫ വജത്തൽ മൗത യാ മൂസ എന്നത് നീ എങ്ങനെയാണ് മരണത്തെ എത്തിച്ചത് മൂസാ നബിയോടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഭയാനകത ഇനി ഞാൻ പറയണ്ടല്ലോ, ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടുന്ന് പറഞ്ഞു ഇത്രത്തോളം വേദനയാണ് മരണത്തിനുള്ളത് എന്ന് പറയാം. അല്ലാഹുവേ 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 മരണം ആക്കണേ അല്ലാഹ്. ഇതെല്ലാം കഴിയുമ്പോ ഒരു മനുഷ്യനിങ്ങനെ മരണപ്പെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യനിങ്ങനെ മരണപ്പെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യനിങ്ങനെ കിടക്കുകയാണ്, മരണപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പണ്ടാത്തുകാരോട് പറയാൻ പോവുകയാണ്, ഉമ്മമാരെ ഉപ്പമാരെ പറയാൻ പോവുകയാണ്, നിങ്ങളെങ്ങാനും മരണപ്പെടുമ്പോ ഇന്ന് രാത്രി എങ്ങാനും എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങ് മരണപ്പെടുമ്പോ അല്ലാഹുവേ എല്ലാവരെയും അങ്ങ് കൊണ്ടുപോകുമല്ലോ. രാത്രിയിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ കൊണ്ടുപോകുമല്ലോ. രാത്രിയിൽ ഇങ്ങനെ മരണപ്പെടുമ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ കൊണ്ട് ജനാസ കാണാൻ വെക്കും, മയ്യത്ത് കാണാൻ വെക്കും. ജനാസ ഇങ്ങനെ കാണാൻ വെക്കുമല്ലോ. ജനാസ ഇങ്ങനെ കാണാൻ വെക്കുമ്പോ ആലോചിക്കണം, ബോധം കെട്ട് പോകുമായിരുന്നു. ഇത് കഴിഞ്ഞു പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് വെളിയിലിറക്കുകയാണ്. പള്ളിക്കാട്ടിൽ പോകാൻ തയ്യാറാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ കരഞ്ഞത്, ഉസ്മാൻ തങ്ങൾ കരഞ്ഞതാണ്, അബൂബക്കർ തങ്ങൾ കരഞ്ഞതാണ്, അലിയാർ തങ്ങൾ കരഞ്ഞതാണ്. ഇനിയുള്ള വീടാണ് നിന്റെ വല്ലാത്തൊരു വീട്, വല്ലാത്തൊരു ഭയാനകമായ വീട്. ഖബർ ജീവിതത്തിലേക്ക് നീ കടക്കാൻ പോകും. ഒരുങ്ങിക്കോ. ഒരു മഖ്ലൂക്കിനും അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു മഖ്ലൂക്കിനും അസ്രായിൽ കടന്നു വന്ന ഓൺ സ്പോട്ടിൽ നീ പോകണം. എത്ര ചെറുപ്പക്കാർ എത്രയോ ചെറുപ്പക്കാര് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകണം. അല്ലാഹുവേ, അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം.